അപ്പോൾ ഈ കടലിലെ സാഹചര്യത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പലതരം പിടിവലികൾ മേഖലയിൽ ഇപ്പോഴും തുടരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പാകിസ്ഥാനിൽ കഴിഞ്ഞ തവണ നടന്ന സമാധാന ചർച്ചകൾ, ആ ചർച്ചകളിൽ പ്രധാനമായിട്ടും ഒരു തടസ്സമായിട്ടുണ്ടായിരുന്നത് മൂന്ന് ഘടകങ്ങളാണ്. അതിലൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ആണവ ശക്തി തന്നെയാണ്. ഇറാന്റെ ആണവ ശേഷി സംബന്ധിച്ചുള്ള ഒരു ചർച്ചകൾ അതിൽ വഴിമുട്ടി നിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം തീർച്ചയായിട്ടും ഈ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം തന്നെയാണ്. അമേരിക്ക ഇറാനോട് മുന്നോട്ട് വെച്ചത് ഉപാധികളൊന്നും ഇല്ലാതെ ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്നതാണ്. പക്ഷേ ഇറാൻ തീർച്ചയായിട്ടും പറഞ്ഞത് ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ നിയന്ത്രണം ഉണ്ടാകും. അതായത് IRGC തങ്ങളുടെ പ്രത്യേക ഒരു മാർഗനിർദ്ദേശങ്ങളോടെ ഈ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കും. ആ ഒരു നിബന്ധന സമ്മതമാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കാം എന്ന ഒരു നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചു. പക്ഷെ അമേരിക്ക ഒരിക്കലും ഈ ഒരു കാര്യവും അംഗീകരിച്ചിരുന്നില്ല. അവരുടെ പ്രധാനപ്പെട്ട കൺസേൺ ആണവ വിഷയം തന്നെയാണ്. പക്ഷെ രണ്ടാമത്തെ ഈ കാര്യവും അമേരിക്ക അംഗീകരിക്കാത്ത ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു.